പ്രതിപക്ഷത്തിന്റെ ഒരു ഒന്നൊന്നര കംബാക്ക്, അതും KSRTC ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് ഞെട്ടിച്ചിരിക്കുകയാണ്. സഭയിൽ പ്രതിപക്ഷം ബഹളം തുടരുമ്പോൾ അപ്പുറത്തെ മാങ്കൂട്ടം കത്തിക്കയറുകയാണ്. പുതിയതായി തുടങ്ങിയ പാലക്കാട് ബംഗളൂരു KSRTC ബസ് സർവീസ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ടാണ് എത്തിയത്. പൊതുപരിപാടിയിൽ പങ്കെടുപ്പിക്കില്ല എന്ന് പറഞ്ഞവരൊക്കെ എന്തേ, കാലുകുത്തിക്കില്ല എന്ന് വെല്ലുവിളിച്ചവരുടെ പൊടി പോലുമില്ല കണ്ടെത്താൻ. നിലത്തുരുണ്ടും റോഡ് നിരങ്ങി മൂടുരഞ്ഞതല്ലാതെ ഒന്നും നടത്തി കാണിച്ചതുമില്ല. പൊതുപരിപാടികളിൽ പങ്കെടുത്താൽ തടയുമെന്ന് DYFI പ്രഖ്യാപിച്ചിരിക്കുന്നതിനിടയിലാണ് KSRTCയുടെ പരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെത്തുന്നത്. ലൈംഗിക ആരോപണ വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് സർക്കാർ പരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ മുഖം കാണിക്കുന്നത്. വിവാദങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ മാസം 24-നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MLA ഓഫീസിൽ എത്തിയത്. വൈകിട്ട് 4:15-ന് 3 പ്രവർത്തകർക്കൊപ്പം MLA ബോർഡ് വയ്ക്കാത്ത സ്വകാര്യ കാറിലായിരുന്നു MLA എത്തിയത്. ലൈംഗിക ആരോപണം ഉയർന്നതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾക്കിടെ 38 ദിവസത്തിന് ശേഷമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കാലുകുത്തിയതെന്നും വാർത്തയായിരുന്നു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്നുള്ള KSRTC ബസിന്റെ ഫ്ളാഗ് ഓഫ് ചെയ്തതിൽ പ്രതിഷേധവുമായിട്ട് DYFI എത്തിയിരിക്കുകയാണ്. KSRTCയിലെ ഇടതാനുകൂല തൊഴിലാളി സംഘടനയും എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. പാലക്കാട് DTOയെ തടഞ്ഞുകൊണ്ട് DYFI നേതാക്കൾ പ്രതിഷേധിച്ചു. പാലക്കാട് KSRTC DTO ജോഷി ജോണിനെ ചോദ്യം ചെയ്ത DYFI നേതാക്കൾ സ്വന്തം താല്പര്യപ്രകാരം പാലക്കാട് ജോലി ചെയ്ത് മുന്നോട്ട് പോകാനാകില്ല എന്നും ഭീഷണി മുഴക്കി. DTOയുടെ സീറ്റിലിരുന്ന് രാഷ്ട്രീയം കളിച്ചാൽ സീറ്റിലുണ്ടാകില്ല എന്നായിരുന്നു ഭീഷണി. KSRTCയിലെ ഇടത് സംഘടനയെ പോലും അറിയിക്കാതെയായിരുന്നു പരിപാടി നടത്തിയതെന്ന് ആരോപിച്ച് KSRTC സംഘടനകളും ഡിപ്പോക്ക് പുറത്ത് പ്രതിഷേധിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ക്രിമിനലായിട്ടുള്ള ആളെ ഉദ്ഘാടനത്തിന് വിളിച്ചത് അംഗീകരിക്കാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് DYFI നേതാക്കൾ DTO ജോഷി ജോണിനെ ചോദ്യം ചെയ്തത്. പീഡനാരോപണ വിധേയനായ MLA കൊണ്ട് ബസിന്റെ ഫ്ളാഗ് ഓഫ് നടത്തിയത് ശരിയാണോ എന്നും DYFI നേതാക്കൾ ചോദ്യം ചെയ്യുകയാണ്. DTOയ്ക്ക് പ്രത്യേക താല്പര്യമുണ്ടെന്നും ആ താല്പര്യവുമായി പാലക്കാട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും DYFI നേതാക്കൾ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറി റിയാസുദ്ദീന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. വ്യക്തിപരമായി DTOയെ എടുത്ത തീരുമാനമാണിതെന്നും KSRTCയുടെ തൊഴിലാളി സംഘടനകളോട് പോലും ആലോചിക്കാതെ തലയിൽ മുണ്ടിട്ട് പാതിരാത്രി കള്ളന്മാരെ പോലെ, ശരിക്കും പറഞ്ഞാൽ മീശമാധവൻ സിനിമയിലെ ജഗതിയുടെ കഥാപാത്രം പട്ടാളം പുരുഷന്റെ വീട്ടിൽ പോകുന്നത് പോലെയാണ് രാഹുൽ എത്തി ഉദ്ഘാടനം നടത്തിയതെന്നും DYFI നേതാക്കൾ പരിഹസിച്ചു. ഇത്ര ഗതികെട്ട MLA വേറെ ഉണ്ടാകില്ല എന്നും രഹസ്യമായ പരിപാടിയിൽ പങ്കെടുക്കേണ്ട അവസ്ഥയാണുള്ളതെന്നും DYFI ജില്ലാ സെക്രട്ടറി റിയാസുദ്ദീൻ പരിഹസിച്ചിട്ടുണ്ട്. സംഭവത്തിൽ വകുപ്പ് മന്ത്രിക്ക്, ഡിപ്പോ എഞ്ചിനീയർക്കും DTOയ്ക്കുമെതിരെ പരാതി നൽകിയിട്ടുണ്ട്. തൊഴിലാളികളെ അറിയിക്കാതെ പരിപാടി നടത്തിയതിനാണ് പരാതി നൽകുക. പരസ്യമായി ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുവാൻ MLA വെല്ലുവിളിക്കുകയാണെന്നും റിയാസുദ്ദീൻ പറഞ്ഞിട്ടുണ്ട്. അതേസമയം പുതിയ ബസ് വരുമ്പോൾ സ്ഥലം MLA വിവരം അറിയിക്കാറുണ്ടെന്നും ഇക്കാര്യം അറിയിച്ചുവെന്നുമാണ് DTO വിശദീകരണം. രാത്രി 8:30-ക്കാണ് MLA വരുമെന്ന് അറിയിച്ചതെന്നും DTO ജോഷി ജോൺ പറഞ്ഞിട്ടുണ്ട്. MLA വന്നത് കൊണ്ടാണ് ഫ്ളാഗ് ഓഫ് ചടങ്ങ് വെച്ചത്. പ്രത്യേക പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് സംഘടനാ നേതാക്കളെ അറിയിക്കാതിരുന്നതെന്നും DTO ന്യായീകരിക്കുന്നുമുണ്ട്. ബസ് സർവീസ് ഉദ്ഘാടനം തൊഴിലാളി സംഘടനകൾ അറിയിച്ചില്ല എന്നും KSRTC നേതാക്കൾ ആരോപിച്ചു. ഡിപ്പോ എഞ്ചിനീയർ ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്നാണ് അറിയിച്ചതെന്നും പെട്ടെന്ന് രാഹുൽ കയറി വരികയായിരുന്നുവെന്നും നേതാക്കൾ ആരോപിച്ചു. അതേസമയം സഭയിൽ ഇന്ന് കൂട്ടബഹളമായിരുന്നു എന്ന് കൂടി ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. നിയമസഭ തുടങ്ങിയപ്പോൾ തന്നെ വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ചു. എന്നാൽ ഇത് അവഗണിച്ചുകൊണ്ട് സ്പീക്കർ നിയമസഭയിൽ ചോദ്യോത്തര വേളയുമായി മുന്നോട്ട് പോയി. ഇതിനിടെ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യമുയർത്തി പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങി. തുടർന്ന് അയ്യപ്പന്റെ സ്വർണം കട്ടവർ അമ്പലം വിഴികൾ എന്ന ബാനർ സഭയിൽ ഉയർത്തുക കൂടി ചെയ്തു.